وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 54-ാമത്തെ ആയത്തിന്റെ 4-ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞതായി അറിയിച്ചു തരികയാണ്, എന്റെ ജനങ്ങളെ, നിശ്ചയമായി നിങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കിയത് നിമിത്തം നിങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു എന്ന്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫതൂബു ഇലാ ബാരിഇക്കും ഫഖ്തുലു അൻഫുസക്കും ദാലികും ഖൈറുൽ ലക്കും ഇൻദ ബാരിഇക്കും. ആകയാൽ നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ചവങ്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുവിൻ, അത് നിങ്ങളുടെ സ്രഷ്ടാവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഗുണകരമാകുന്നു എന്നാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം നസായിയും ഇബ്നു ജരീറും ഇബ്നു അബി ഹാത്തിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു അഭിപ്രായം മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം. അതിൽ ഈ ചരിത്രം നമുക്ക് പഠിപ്പിക്കുന്നത്, നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ചവങ്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുവീനെന്ന അള്ളാഹുവിന്റെ കൽപ്പനയുടെ ഭാഗമായി അവർ കണ്ടുമുട്ടുന്ന അവരിൽപ്പെട്ടവരെ വധിക്കുവാൻ അള്ളാഹു കൽപ്പിച്ചു എന്നാണ്. അത് സ്വന്തം സന്താനമായാലും പിതാവായാലും അതൊന്നും പരിഗണിക്കാതെ അവരെ വധിക്കണമെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. മൂസാ നബി അലൈഹിസ്സലാമക്കും ഹാറൂൻ നബി അലൈഹിസ്സലാമക്കും ചിലർ ഈ തെറ്റിൽ പങ്കാളികളായിരുന്നു എന്നത് അറിയില്ലായിരുന്നു. എന്നാൽ അവരിൽപ്പെട്ടവർ ആ തെറ്റു സമ്മതിക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ നിർദ്ദേശം നടപ്പിൽ വരുത്തുവാൻ വേണ്ടി സന്നദ്ധരാവുകയും ചെയ്തു. അങ്ങനെ അള്ളാഹു അവർക്ക്, അതായത് ആ കൊല നടത്തിയവർക്കും കൊല്ലപ്പെട്ടവർക്കും അതുവഴി അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു കൊടുത്തു എന്നാണ് സഹോദരങ്ങളെ ഇവിടെ വിശദീകരിക്കുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് സൂറത്തുൽ ബഖറയുടെ 54-ാമത്തെ ആയത്തിന്റെ തഫ്സീറിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അൽ ബിദായ വ നിഹായ എന്ന ചരിത്ര ഗ്രന്ഥത്തിലും ഇതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണാം, മൂസാ നബി അലൈഹിസ്സലാം സാമിരി ഉണ്ടാക്കി പിന്നീട് ദൈവമായി സ്വീകരിച്ച ആ പശുക്കുട്ടിയെ തീയിലിട്ട് കത്തിക്കുകയും എന്നിട്ട് അത് സമുദ്രത്തിൽ വിതറുകയും ചെയ്തു എന്നാണ്. അതിനുശേഷം ഇസ്രായേൽ സന്തതികളോട് ആ സമുദ്രത്തിലെ വെള്ളം കുടിക്കുവാൻ ആവശ്യപ്പെട്ടു. ആ സമയം പശുക്കുട്ടിയെ ആരാധിച്ച ആളുകൾക്ക് അതിന്റെ ചാരം അല്ലെങ്കിൽ ആ ഭസ്മം അവരുടെ ചുണ്ടുകളിൽ ഒട്ടിപ്പിടിക്കുകയും എന്നിട്ട് സമൂഹത്തിന് അവരെ തുറന്നു കാണിക്കുകയും ചെയ്തു എന്നാണ്. അവരുടെ നിറം തന്നെ ഒരു മഞ്ഞ അവസ്ഥയിലേക്ക് മാറി എന്നാണ് പറയപ്പെടുന്നത്. ഈ സംഭവത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ത്വാഹയിലെ 97-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്. മൂസാ നബി അലൈഹിസ്സലാം വന്നുകൊണ്ട് സാമരിയോട് എന്തിനു വേണ്ടിയാണ് ഈ പശുക്കുട്ടിയെ ഉണ്ടാക്കിയത്, അതിനെന്ത് കാര്യമാണ് എന്ന് മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ സാമിരി പറഞ്ഞില്ലേ, ഈ ജനങ്ങൾ കണ്ടു മനസ്സിലാക്കാത്ത ഒരു കാര്യം ഞാൻ കണ്ടു മനസ്സിലാക്കിയെന്ന്. അങ്ങനെ ദൈവദൂതന്റെ കാൽപ്പാടിൽ നിന്ന് ഞാനൊരു പിടിപിടിക്കുകയും എന്നിട്ട് അത് ഇട്ടുകളയുകയും ചെയ്തു. അപ്രകാരം ചെയ്യാനാണ് എന്റെ മനസ്സ് എന്നെ പ്രേരിപ്പിച്ചത് എന്ന് സാമിരി പറഞ്ഞില്ലേ. അതിനുശേഷം മൂസാ നബി അലൈഹിസ്സലാം സാമിരിയോട് പറയുന്നത് സൂറത്തു ത്വാഹയിലെ 97-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. എന്നാൽ നീ പോ, തീർച്ചയായും നിനക്ക് ഈ ജീവിതത്തിലുള്ളത് തൊട്ടുകൂടാ എന്ന് പറയലായിരിക്കും. തീർച്ചയായും നിനക്ക് നിശ്ചിതമായ ഒരു അവധിയുണ്ട്, അത് അതിലംഘിക്കപ്പെടുകയേയില്ല. നീ പൂജിച്ചുകൊണ്ടേയിരിക്കുന്ന നിന്റെ ആ ദൈവത്തിന്റെ നേരെ നോക്കൂ. തീർച്ചയായും നാം അതിനെ ചുട്ടെരിക്കുകയും എന്നിട്ട് നാം അത് പൊടിച്ച് കടലിൽ വിതറിക്കളയുകയും ചെയ്യുന്നതാണ് എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അതോടുകൂടി സഹോദരങ്ങളെ, സാമിരി ഇസ്രായേൽ സന്തതികളിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുകയാണ്. അവൻ ജനങ്ങളുമായോ ജനങ്ങൾ അവനുമായോ തൊടുവാനും സഹവസിക്കുവാനും പാടില്ല എന്ന് അള്ളാഹുവിന്റെ തീരുമാനം വരികയാണ്. അങ്ങനെ ആ ദുഷ്ടന് കാട്ടിൽ മൃഗങ്ങളുടെ കൂടെ അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കേണ്ടതായി വന്നു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി സാമിരിയെ ആരെങ്കിലും തൊടുകയാണ് എങ്കിൽ ആ തൊടുന്ന വ്യക്തിക്ക് എന്തോ തരത്തിലുള്ള സുഖക്കേട് അനുഭവിക്കേണ്ടതായി വരുമെന്നാണ് സഹോദരങ്ങളെ പശുക്കുട്ടിയെ ആരാധിക്കുവാനായി ഉണ്ടാക്കിയ സാമിരിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് വെച്ച് തന്നെ നൽകിയിട്ടുള്ള ശിക്ഷ.
എന്നാൽ സഹോദരങ്ങളെ, ആ പശുക്കുട്ടിയെ തീയിലിട്ട് കത്തിച്ച ശേഷം അത് സമുദ്രത്തിൽ വിതറുകയും എന്നിട്ട് ആ സമുദ്രത്തിലെ വെള്ളം ഇസ്രായേൽ സന്തതികളോട് കുടിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത ശേഷം ആ പശുക്കുട്ടിയെ ആരാധിച്ച ആളുകൾക്ക് അതിന്റെ ചാരം അവരുടെ ചുണ്ടുകളിൽ ഒട്ടിപ്പിടിക്കുകയും അങ്ങനെ അവരെ സമൂഹത്തിന് തുറന്നു കാണിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞില്ലേ? അവിടെ അതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തിന് അവരെ തുറന്നു കാണിക്കുകയാണ്. തന്റെ ചുണ്ടുകളിൽ ചാരം ഒട്ടിപ്പിടിച്ചവനായി കാണപ്പെടുന്ന വ്യക്തി അവരാണ് പശുക്കുട്ടിയെ ആരാധിച്ച ആളുകൾ. അവർ ഒരു വലിയ സമൂഹം തന്നെ ഉണ്ടായിരുന്നു സഹോദരങ്ങളെ. അവരാണ് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങിയത്. അവരെയാണ് കൊലപ്പെടുത്തുവാൻ വേണ്ടി അള്ളാഹുവിന്റെ തീരുമാനം വരുന്നത്. അവരെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞത്, ഫഖ്തുലു അൻഫുസകും ദാലികും ഖൈറുൽ ലക്കും ഇൻദ ബാരിഇകും. അങ്ങനെ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുവിൻ, അത് നിങ്ങളുടെ സ്രഷ്ടാവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഗുണകരമാകുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയാണ്, തന്റെ ജനത പരസ്പരം കൊല നടത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിയോട് കൽപ്പിക്കുകയാണ്. അങ്ങനെ പശുക്കുട്ടിയെ ആരാധിച്ചവരോട് ഇരിക്കുവാൻ ആവശ്യപ്പെടുകയും പശുക്കുട്ടിയെ ആരാധിക്കാത്തവരോട് അവരുടെ കയ്യിൽ വാളേന്തിക്കൊണ്ട് അവിടെ നിൽക്കുവാനും ആവശ്യപ്പെട്ടു. എന്നിട്ട് അവർ കൊല നടത്തുവാൻ തുടങ്ങിയപ്പോൾ ആ പ്രദേശം ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥയിൽ ഇരുട്ടിലകപ്പെട്ടു എന്നാണ് സഹോദരങ്ങളെ. പിന്നീട് ആ ഇരുട്ട് നീങ്ങിയപ്പോൾ 7000-ഓളം ആളുകളെ അവർ വധിച്ചിരുന്നു എന്നതാണ് ചരിത്രം പറഞ്ഞു തരുന്നത് സഹോദരങ്ങളെ. അങ്ങനെ കുറെ അധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നും പിന്നീട് മൂസാ നബി അലൈഹിസ്സലാമിയുടെ പ്രാർത്ഥനയെ തുടർന്നാണ് അത് നിർത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകിയത് എന്നും മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അവരിൽ വധിക്കപ്പെട്ടവർക്കും അവരിൽ അവശേഷിക്കുന്നവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു കൊടുത്തു എന്നാണ് സഹോദരങ്ങളെ ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ദാലികും ഖൈറുൽ ലക്കും ഇൻദ ബാരിഇകും. അതാണ് നിങ്ങളുടെ സ്രഷ്ടാവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഗുണകരമാകുന്ന കാര്യമെന്ന്. സഹോദരങ്ങളെ, ഇസ്രായേലിയർ പശുക്കുട്ടിയെ ആരാധിച്ച സംഭവം എന്ന് പറയുന്നത് അത് കേവലം ഒരു സാധാരണ വിഗ്രഹാരാധനയുടെ സംഭവമല്ല. അതിന് അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. ഇസ്രായേലിയർ ആരാണ്, അവരുടെ സ്ഥിതിഗതികൾ എന്താണ്, ഏത് സന്ദർഭത്തിലാണ് അവർ അപ്രകാരം ചെയ്തത്, ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഗൗരവമായ വിഷയങ്ങളാണ് സഹോദരങ്ങളെ. തൗഹീദിന്റെ പ്രബോധനത്തിന് വേണ്ടി ജീവിതമർപ്പിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ മക്കളും പിൻഗാമികളുമായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം, ഈ പ്രവാചകന്മാരുടെ എല്ലാം പാരമ്പര്യം നിലനിർത്തുവാൻ വേണ്ടി ബാധ്യസ്ഥരായ അനന്തരാവകാശികളാണ് സഹോദരങ്ങളെ ഇസ്രായേൽ സന്തതികൾ. അവരിൽ നിന്നും നഷ്ടപ്പെട്ട ആ തൗഹീദിന്റെ പാരമ്പര്യം പുനർജീവിപ്പിക്കുവാൻ വേണ്ടി നൂറ്റാണ്ടുകളായി അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന അടിമത്തത്തിൽ നിന്നും മർദ്ദനങ്ങളിൽ നിന്നും അവരെ സ്വാതന്ത്ര്യമാക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മഹാനായ പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിലൂടെ വെളിപ്പെട്ട പല ദൃഷ്ടാന്തങ്ങളും അത്ഭുതങ്ങളും നേരിൽ കണ്ട് അനുഭവിച്ച ഒരു കൂട്ടരാണ് സഹോദരങ്ങളെ ബനൂ ഇസ്രായേലിയർ. മനുഷ്യലോകം ഒരു നാളും കേട്ടിട്ടില്ലാത്ത ഒരു മഹാ അത്ഭുതത്തിലൂടെയാണ് അവർ ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ടത്. അന്ന് ലോകത്ത് അറിയപ്പെട്ട ഏറ്റവും പ്രതാപശാലിയായ ഫിർഔനും സൈന്യവും അസാധാരണവും അതിദാരുണവുമായ നിലക്ക് നശിപ്പിക്കപ്പെട്ട കാഴ്ച സ്വന്തം കണ്ണുകൾ കൊണ്ട് നേരിട്ട് കണ്ടവരാണ് ഈ കൂട്ടം ആളുകൾ. അതിനുശേഷം ഇവരുടെ ശാശ്വത നന്മയ്ക്കും യശസ്സിനും കാരണമായ ഒരു വേദഗ്രന്ഥം അള്ളാഹുവിൽ നിന്ന് ഏറ്റുവാങ്ങുവാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം അവരിൽ നിന്ന് വിട്ടുപോയ സമയത്ത്, അതും ചുരുങ്ങിയ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതേയുള്ളൂ, അപ്പോഴേക്കും അതാ മൂസാ നബി അലൈഹിസ്സലാം തേടിപ്പോയ ദൈവമാണ് ഇത് എന്ന് പറഞ്ഞ് അവരിൽപ്പെട്ട ഒരു സാമിരി എന്ന ദുഷ്ടൻ സ്വർണം കൊണ്ട് വാർത്തുണ്ടാക്കിയ ആ പശുക്കുട്ടിയെ ദൈവമാക്കി അതിന്റെ ചുറ്റും ഭജനമിരിക്കുകയും പൂജാകർമ്മങ്ങൾ നടത്തുകയുമാണ്. ഇതിന്റെയൊക്കെ പേരിൽ അവർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുവാനിരിക്കുന്ന ശിക്ഷ അത് കാലാകാലം നരകശിക്ഷയാണ് സഹോദരങ്ങളെ. ആ ശാശ്വതമായ നരകശിക്ഷ ഒഴിവാക്കി കിട്ടുവാൻ വേണ്ടി, അവർക്കുള്ള യഥാർത്ഥ പശ്ചാത്താപം തെളിയിക്കുന്നതിനു വേണ്ടി, അതുപോലെ തന്നെ ഇനി അവശേഷിക്കുന്ന ആളുകളിൽ ഇത്തരം നികൃഷ്ടമായ സംഭവങ്ങൾ മേലിൽ ആവർത്തിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി, അതേസമയം ഇതിന്റെ ഭാഗമായി കൊല്ലപ്പെടുന്നവർക്ക് അവരുടെ മഹാപാപം പുറത്തു കൊടുക്കുവാൻ വേണ്ടി, ഇങ്ങനെ പല കാര്യങ്ങൾക്കും ഈ ഒരു ശിക്ഷ, അതായത് അവർ പരസ്പരം കൊല ചെയ്യണമെന്ന ശിക്ഷ ആത്യന്തികമായ നന്മയാണ് ഈ ആളുകൾക്ക് നൽകുക എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ദാലികും ഖൈറുൽ ലക്കും ഇൻദ ബാരിഇകും. അതാണ് നിങ്ങളുടെ സ്രഷ്ടാവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഗുണകരമാകുന്ന കാര്യമെന്ന്. ഈ കാര്യം പറഞ്ഞതിന് ശേഷം
അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, എന്നിട്ട് അവൻ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു, നിശ്ചയമായും അവൻ തന്നെയാണ് വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമായിട്ടുള്ളവനെന്നാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ഭാഗം കൂടി സഹോദരങ്ങളെ ഈ ആയത്തിന്റെ പഠനത്തിന്റെ ഭാഗമായി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായി പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.